യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിൽ ആയിരിക്കാൻ സർവ്വകൃപാലു വരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നാം നിന്നതല്ല. സ്തോത്രം. ദൈവം നമ്മെ നിർത്തിയതാ. കഴിഞ്ഞ നാളുകളെ നിർത്തിയതായ ദൈവം ഇന്ന് നമ്മെ നിർത്തുന്ന ദൈവം നാളെയും നിർത്തുവാൻ മതിയായ ദൈവം അത്രേ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഇതുവരെയും നാം കാണാത്ത, ഇതുവരെയും നാം അറിയാത്ത, ഇതുവരെയും നാം അനുഭവിക്കാത്ത ദൈവത്തിന്റെ സ്നേഹവും കരുതലും പരിപാലനവും അനുഭവിച്ച് ഈ പകൽക്കാലം മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ സ്തോത്രം. എല്ലാവരും കണ്ട് വിസ്മയിക്കത്തക്ക രീതി ഒരു അപൂർവ കാര്യം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഈ പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുക. ഒരു അപൂർവ കാര്യം നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും, നടക്കുമെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്നവരുടെ മേൽ അത് ദൈവപ്രവൃത്തിയായിട്ട് വെളിപ്പെടും. സ്തോത്രം. അതെ, എല്ലായിടത്തും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതും എല്ലായിടത്തും സംഭവിക്കാത്തതുമായ ഒരു അപൂർവ കാര്യം പ്രിയ ദൈവ പൈതലെ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് വേണ്ടി അത് സംഭവിക്കും. അപൂർവ കാര്യം സംഭവിക്കുമ്പോൾ അതിലെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 26-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഈ വാക്ക് ഞാൻ എടുത്തു പറയുമ്പോൾ പ്രിയ ദൈവത്തിലെ ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ, അവിടെ വചനത്തിൽ പറയുന്നു ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെക്ക് ഇന്നെന്ന് പറയുന്ന ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ അപൂർവ കാര്യം നടക്കുന്ന പകൽ ദിവസം അത്രേ. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, വചനത്തിന് ബന്ധനമില്ല. ദൈവവചനത്തെ നാം റിസീവ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മെ നാവിൽ നിന്ന് ഉരുവിടുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ ആ വചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ആ വചനത്തിന്റെ പവർ നമ്മുടെ ജീവിതത്തിനകത്ത് അത് സ്തോത്രം. ഇനി ഒരു വിടുതലില്ല, ഇനി ഇതിനകത്തൊന്നും ഒരു പുറത്തു വരക്കമില്ല, ഇതിനകത്തിന് ഒരു മാറ്റം സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ഇടത്ത് സ്തോത്ര അപൂർവ കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെക്ക് ഈ പകൽക്കാലം പറഞ്ഞുകൊണ്ട് നടക്കുക. സ്തോത്രം. ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതി ഒരു അപൂർവ കാര്യം യേശുവിന്റെ നാമത്തിൽ എന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കും, ഒരു അപൂർവ കാര്യം സംഭവിക്കും എന്ന് പറഞ്ഞ് നടക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏതു വലിയ വിഷയമാക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിഷയമാക്കട്ടെ, നിങ്ങളുടെ സ്തോത്രം മാതാപിതാക്കളുടെ വിഷയമാക്കട്ടെ, നിങ്ങളുടെ തലമുറകളുടെ വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സ്തോത്രം ജോലി മേഖലയിലായിക്കൊള്ളട്ടെ, ഒരു അപൂർവ കാര്യം ഇതുവരെ ആരുടെയും ജീവിതത്തിൽ വെളിപ്പെടാത്ത, അങ്ങനെ ആർക്കും തന്നെ വെളിപ്പെടാത്ത രീതിയിലുള്ള ഒരു അപൂർവമായിട്ടുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നാം പറയാറില്ലേ സ്തോത്രം, ഇത് എല്ലായിടത്തും സംഭവിക്കുന്നതല്ല, പക്ഷെ ഒരു അപൂർവമായിട്ടുള്ളതാ. അങ്ങനെ മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പ്രിയ ദൈവപൈതലെ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഒരു ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ഈ വചനത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ റീമ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നു മുതൽ ചലിച്ചു തുടങ്ങും. സ്തോത്രം. ഇവിടെ 4 കാര്യമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. എല്ലാവരും വിസ്മയം പൂണ്ടു. സ്തോത്രം. മറ്റൊന്ന് കാണുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്തു കാണുന്നു ഭയം നിറഞ്ഞവരായി
അടുത്തു കാണുന്നു, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു. 4 കാര്യം ആ ഒരു വാക്കിനകത്ത് സ്തോത്രം എഴുതി ചേർത്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വചനത്തെ തന്നെ ഈ പ്രഭാതത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർ എല്ലാവരും വിസ്മയം പൂണ്ട് നിൽക്കത്തക്ക രീതിയിൽ, അതേ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ, ആ ഒരു വിടുതൽ കണ്ട് എല്ലാവരും ഭയപ്പെടത്തക്ക രീതിയിൽ ഒരു അപൂർവ കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ വചനത്തെ കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലും, മർക്കോസ് 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിനകത്തും, ലൂക്കോസ് 5-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിനകത്തും കാണുന്ന ഒരേ കാര്യമാണ്, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവപൈതലെ, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവപൈതലിനോട് ഞാൻ പറയട്ടെ, അതെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു അപൂർവ കാര്യം വെളിപ്പെടുമ്പോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതി ദൈവം അത് ചെയ്തു തരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, സുവിശേഷങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി 3 സുവിശേഷത്തിലും എഴുതി ചേർത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, പക്ഷവാതക്കാരന്റെ സൗഖ്യം ഒരു അപൂർവ കാര്യമായി മാറി ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നിന്റെ വിടുതൽ, നിങ്ങളുടെ തലമുറയുടെ വിടുതൽ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്തു നിന്നുള്ള വിടുതൽ ഒരു അപൂർവ കാര്യമാക്കി ദൈവം തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. എന്റെ ദൈവത്തിന്റെ നാമം മഹത്വമായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഈ ഭാഗ്യത്തിനെ പറ്റി നമുക്ക് മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിൽ നമുക്ക് ആ ഭാഗത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? കഫർന്നഹൂമിൽ ചെന്ന് ഒരു വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നു? യേശു കർത്താവ് അവിടെ ഇരിക്കുമ്പോ ജനം എല്ലാം എന്ത് ചെയ്യുന്നു? യേശു കർത്താവ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ സ്തുതി അറിഞ്ഞുകൊണ്ട് ജനം എന്ത് ചെയ്യുന്നു? പുരുഷാരം കൂടി വരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വാതിക്കൽ പോലും ഇടമില്ലാതെ പലരും വന്നുകൂടി. അങ്ങനെ വന്നുകൂടിയപ്പോ യേശു കർത്താവ് മൗനമായിട്ട് ഇരിക്കുകയല്ല ചെയ്തത്. നമുക്കറിയാം, തിരുവചനത്തെ നമുക്ക് ഉടനീളം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവ് എവിടെ ചെല്ലുന്നു അവിടെ പുരുഷാരം വന്നു കൂടും. യേശു കർത്താവ് അവിടെ മൗനമായിട്ടിരിക്കുകയല്ല, യേശു കർത്താവ് അവിടെ വചനം സംസാരിക്കും, ജനത്തിന് വേണ്ട ഉപദേശം കൊടുക്കും. പ്രിയതേ മക്കളെ സ്തോത്രം, ഇതാ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കൂടി വരവിനകത്തൊക്കെയും സ്തോത്രം ഉപദേശവും ദൈവവചനത്തെ നാം പറയുവാൻ സ്തോത്രം സന്നദ്ധത കാണിക്കണം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, വചനം പ്രസ്താവിച്ചു. അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിനകത്താണ് നമുക്കവിടെ കാണുന്നത്, 4 ആൾ ഒരു പക്ഷവാതക്കാരനെ എന്ത് ചെയ്യുന്നു? ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷര് നിമിത്തം എന്ത് ചെയ്യുന്നു? യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ വണ്ണം അവരായപ്പോ അവരെന്ത് ചെയ്യുന്നു? സമീപിച്ചു. യേശുവിനോട് അടുക്കുവാൻ കഴിയാതെ എന്ത് ചെയ്യുന്നു? അവരിരുന്ന സ്ഥലത്തിന്റെ മേൽപ്പൂര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോട് ഇറക്കി വെച്ചു. സ്തോത്രം. പ്രിയതേ മക്കളെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ആ പക്ഷവാതക്കാരൻ അവിടെ ഭവനത്തിൽ കിടക്കുമ്പോ ആ പക്ഷവാതക്കാരന്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ഇനി എനിക്കൊരു വിടുതൽ ലഭിക്കുമെന്നോ, പുറം ലോകം കാണാൻ കഴിയുമെന്നോ, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്ന് ഒന്നും ഒരു പ്രതീക്ഷയും കാണുകയില്ല. കാരണം പക്ഷവാതം പിടിച്ചു കിടക്കുക. പക്ഷേ ആ മനുഷ്യന്റെ അടുക്കലേക്ക് സ്തോത്രം ഒരു ദൈവപ്രവൃത്തി ആ മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി, ഒരു അപൂർവ കാര്യം സ്തോത്രം ആ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കേണ്ടതിന് വേണ്ടി 4 ആളിനെ ദൈവം ഒരുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു അപൂർവ കാര്യം നടക്കേണ്ടതിന് നിന്നാൽ ചിലപ്പോൾ സാധിക്കുന്നില്ലായിരിക്കാം, സാധ്യതയൊന്നുമില്ലായിരിക്കാം, സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ലായിരിക്കാം. സ്തോത്രം. ഒരു വിടുതനായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി സ്തോത്രം, ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി മുന്നിൽ ഒരു സാധ്യതയും ഇല്ലായിരിക്കും. പക്ഷേ ദൈവം ചിലതിനെ നിന്റെ അടുക്കൽ എത്തിക്കും. വിശ്വസിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം, നിന്നെ കർത്താവിന്റെ അടുക്കലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടി, അതേ സ്തോത്രം, കർത്താവിൽ നിന്നൊരു അപൂർവ കാര്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി കർത്താവ് ചിലരെ നിന്റെ അടുക്കിലേക്ക് എത്തിക്കും. സ്തോത്രം. അപ്പുറവും ഇപ്പുറവും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും കാണത്തില്ലായിരിക്കും, ആരെയും കാണുന്നില്ലായിരിക്കും. പക്ഷേ കർത്താവ് എത്തിക്കേണ്ടതിനെ സമയത്ത്
കർത്താവിന്റെ വിടുതലിനു വേണ്ടി ദൈവം നിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവർ എന്ത് ചെയ്യുന്നു? മേൽപ്പൂര പൊളിച്ചു പശുവധക്കാരനെ കിടക്കയോടുകൂടി ഇറക്കി വച്ചു. സ്തോത്രം. വളരെ വലിയൊരു റിസ്ക് അവരവിടെ എടുക്കുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ കാണുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ട്. എന്ത് വിശ്വാസമാ കണ്ട്? നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോ പ്രിയ ദൈവമക്കളെ, അവിടെ എന്ത് ചെയ്യുന്നു? ഈ 4 പേരുടെ ഒരു വിശ്വാസം അത് വലുതാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അവരുടെ മൈൻഡുകൾ ചേഞ്ചായി പോകുന്നില്ല. ഒരേപോലെയുള്ള ഒരു വിശ്വാസം. ഹല്ലേലൂയ. അതേ സ്തോത്രം. അതിനകത്തും അവരുടെ മുമ്പാകെ അവർക്ക് വിട്ടേച്ചു പോകാവുന്ന സാഹചര്യങ്ങളുണ്ട്, പുറത്തു കൊണ്ട് വച്ചിട്ട് പോകാം. പക്ഷേ ഈ പ്രതിബന്ധങ്ങൾ ഒന്നും അവർ ആരംഭത്തിൽ എടുത്ത തീരുമാനത്തിനകത്തുനിന്ന് ചലനം സൃഷ്ടിക്കുവാനായിട്ടിടയത്തിന് വിശ്വാസത്തെ ദൃഢതയോടെ നിന്നു. സ്തോത്ര. ഹല്ലേലൂയ. ഒരു ഐക്യതയോട് കൂടി അവർ നിന്നു പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പ്രശ്നം കടന്നു വരുമ്പോ, നിന്റെ ഭവനത്തിനകത്ത് ഒരു പ്രശ്നം കടന്നു വരുമ്പോ, 4 പേരും 4 സൈഡിൽ നിൽക്കാതെ വേണ, പല വിഷയങ്ങളിലേക്ക് ചലിക്കാതെ വേണ, ഒരു മനസ്സോട് കൂടെ നിന്നുകൊണ്ട് ആ വിഷയത്തെ കർത്താവിന്റെ മുമ്പിൽ ഈ പകൽക്കാലം ഇറക്കി വയ്ക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ഒരു ഐക്യമത്യപ്പെട്ടുകൊണ്ട് ഒരു ആത്മാവിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലെ ആ വിഷയത്തെ നീ ഇറക്കി വയ്ക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ആ വിഷയത്തിനകത്ത് ഒരു അപൂർവ കാര്യം സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും പിശാച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പലർക്കും പല അഭിപ്രായങ്ങൾ കൊണ്ടുവരും. ഒരു വിഷയം ഭവനത്തിനകത്ത് ഉണ്ടാക്കുമ്പോൾ, ഒരു വിഷയം നമ്മുടെ ചുറ്റുപാടും ഉണ്ടാക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ്. കാരണം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു വിടുതൽ സംഭവിക്കുമെന്നറിയാം, ഒരുമിപ്പിക്കത്തില്ല. സ്തോത്രം. ഐക്യത ഉണ്ടാക്കത്തില്ല. ഒരേ ചിന്തകൾ ആരുടെ തോട്ടിൽ കൊണ്ടുവരികയില്ല. ഒരാൾ പറയുന്നതിനോടൊപ്പം മറ്റൊരാൾക്ക് യോജിക്കുവാൻ കഴിയാതെ ഒരു ഭിന്നതകൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ കർത്താവ് അവരെ 4 പേരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ ഐക്യതയോട് നിന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് മുമ്പിൽ വന്ന പ്രതിസന്ധിക്കകത്ത് കാലുകൾ ഇടറാതെ, മനസ്സുകൾ പതറിപ്പോകാതെ അവർ വച്ച സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? യേശുവിന്റെ അടുക്കൽ ഈ മനുഷ്യനെ എത്തിക്കണമെന്ന അതേ രീതിയിൽ സ്തോത്രം അവർ ഐക്യതയോട് നിന്നുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അവർ കർത്താവിന്റെ അടുക്കൽ ഇറക്കി വച്ചു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഭവനത്തിനകത്ത് തല പൊങ്ങി നിൽക്കുന്ന വിഷയത്തിന്റെ നടുവേ പ്രിയ ദൈവ പൈതലേ, നീ കരം കോർത്തു പിടിച്ച് 4 പേരുമായിട്ട് ആ വിഷയത്തെ പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, മനുഷ്യരുടെ മുമ്പാകെ അല്ല, കർത്താവിന്റെ കാൽക്കൽ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ വിഷയത്തെ ഇന്ന് വിശ്വാസത്തോടു കൂടെ, ഐക്യതയോട് കൂടെ, ഒരേ മനസ്സോട് കൂടെ, ഒരേ ആത്മാവോട് കൂടെ നീ ഇറക്കി വെക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ സ്തോത്ര, ആ വിഷയം എഴുന്നേൽക്കുവാനായിട്ടിടയത്തിന, ആ വിഷയത്തിനകത്ത് സ്തോത്ര ഒരു അപൂർവ കാര്യം സംഭവിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരുമിക്കാമോ ഇന്ന്? ഒരുമിച്ച് നിൽക്കാമോ ഇന്ന്? സ്തോത്രം. ഒരു വിടുതലുണ്ട്. സ്തോത്രം. ഈ 6-ാം മാസം ഒരു വിടുതലുണ്ട്. ഒരുമിക്കാമോ? പല അഭിപ്രായങ്ങൾ വിട്ടുകളയാമോ? സ്തോത്രം. ദൈവസനെ മുട്ടുമടക്കി കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട്, അപ്പ ഈ വിഷയത്തിനകത്ത് സ്തോത്രം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇതിനകത്ത് വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്നൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഒരു അപൂർവ കാര്യം സംഭവിക്കും. ഇവിടെ യേശു കർത്താവ് പറയുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ട്, അവരുടെ ഒരുമയുള്ള വിശ്വാസം, ഐക്യതയുള്ള വിശ്വാസം. ഹല്ലേലൂയ. നീ കരം കോർത്ത് പിടിച്ച് ഒരുമയോടെ നിന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ സ്തോത്രം. പ്രിയതേ മക്കളെ, നിന്റെ ഐക്യതയ്ക്കകത്ത്, നിന്റെ വിശ്വാസത്തിനകത്ത് ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലം സൊല്ലെ ഹല്ലേലൂയ. ചില അവിശ്വാസത്തിന്റെ വാക്കുകൾ ഒരാൾ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങി വരുമ്പോ, ഇതിനകത്ത് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിരാശകൾ പറയുന്ന, അവിശ്വാസം പറയുന്ന തലങ്ങളെ മാറ്റിവെച്ചിട്ട് ഐക്യതയോട് കൂടി, ഒരേ വിശ്വാസത്തോടു കൂടി നിന്റെ വിഷയത്തെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കേ. ഹല്ലേലൂയ. വിടുതലുണ്ട്. സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കും. സ്തോത്ര. ഹല്ലേലൂയ.
ഏത് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ചലിക്കാം. മനുഷ്യരാൽ അസാധ്യമായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഈ പശുവധക്കാരെ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞത് മനുഷ്യരാൽ അസാധ്യമാണ്, മെഡിക്കൽ റിപ്പോർട്ടിനാൽ അസാധ്യമാണ്. പക്ഷേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അരിമരക്ഷന്റെ കരങ്ങളിലേക്ക് 4 ആൾ ചേർന്ന് കൊണ്ട് ഇറക്കി വെക്കുവാൻ തയ്യാറായപ്പോ മാനസികമായിട്ടുള്ള റിപ്പോർട്ടുകളെ മാറ്റിക്കൊണ്ട്, മെഡിക്കൽ റിപ്പോർട്ടുകളെ തിരുത്തിക്കൊണ്ട് ആ പശുവധക്കാരനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു വിട്ടു. ഹല്ലേലൂയ. ഇതാ എന്റെ കർത്താവിന്റെ കര. എന്റെ യേശു കർത്താവ് നോക്കുന്നുണ്ട് നിന്റെ ഭവനത്തിനകത്തുള്ള വിഷയത്തെ നീ എത്രത്തോളം ഐക്യതയോട് കൂടി കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു എന്ന് എന്റെ കർത്താവ് നോക്കിയ. സ്തോത്രം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഒരാൾ ഒരു വിഷയം പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ മാറിപ്പോക്കിയല്ല, മുട്ടുമടക്കണം ദൈവസന്നിധിയിലെ, കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. വചനത്തിൽ പറയുന്നു, നിനക്ക് അധികം പ്രയാസമുള്ളവനെ എന്റെ അടുക്കൽ കൊണ്ടുവരും, ഞാൻ ചെയ്തു തരാം. ഹല്ലേലൂയ. ഇനിയിപ്പോ ഇത് ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പല ഭിന്നതയുടെ അഭിപ്രായങ്ങൾ ഭവനങ്ങളുടെ അകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ക്യാൻസൽ ചെയ്യുക. ഇനി ഞങ്ങളുടെ കുടുംബം ഒരുമിക്കത്തില്ല, ഇനി ഞങ്ങളുടെ തലമുറകൾ നന്നാവത്തില്ല, ഇനി ഈ സ്തോത്രം ഒരു വിടുതൽ ലഭിക്കത്തില്ല, ഇനി തലമുറകൾക്ക് വേണ്ടി ഒരു വഴികൾ തുറക്കത്തില്ല. ആരാ നിന്നോട് പറഞ്ഞത് ഇതൊക്കെ? സ്തോത്രം. കർത്താവിൽ വിശ്വസിക്കാമോ? സ്തോത്രം. നെഗറ്റീവുകൾ ഒന്ന് വിട്ടുകളാ. സ്തോത്രം. നെഗറ്റീവുകൾക്ക് സ്തോത്ര സ്ഥാനം കൊടുക്കാതെ, നെഗറ്റീവുകൾ നിന്റെ ഭവനത്തിനകത്ത് വളരാതെ വണ്ണം സ്തോത്ര അതിനെ വേരോടെ പറിച്ചുകളാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഐക്യത വെളിപ്പെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. വിശ്വാസത്തിന്റെ തലങ്ങൾ ഓപ്പൺ ആകട്ടെ. സ്തോത്ര. നിർജീവ അവസ്ഥ ദൈവം മാറ്റുവാനായിട്ട് ഇടയത്തിനും. ഇനി ഒരു തലമുറ എനിക്കിനി ലഭിക്കത്തില്ല, എന്റെ തലമുറയ്ക്ക് ഇനി ഭാവിയുടെ വഴികൾ തുറക്കത്തില്ല. സ്തോത്ര. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാല ഭിന്നതയുടെ അഭിപ്രായങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഒരുമിച്ച് എത്തിക്കുക കർത്താവിന്റെ സന്നിധി. നിന്റെ വിഷയത്തെ, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കേ. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ പ്രകാരം നിന്റെ ഭാരം അവന്റെ മേൽ വച്ചു കൊടുക്ക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കത്തില്ല. പ്രിയ ദൈവ പൈതലേ, നീ ഒരു വിഷയത്തിന് മുമ്പാകെ കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു അത്ഭുത കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കും. യഹോവയാ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്ക രീതിയിൽ യഹോവയാ ചിലത് സംഭവിക്കാൻ പോകുക. ഇന്ന് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എന്റെ ദൈവത്താൽ ചിലത് സംഭവിക്കാൻ പോകുക. മനുഷ്യനാ സംഭവിച്ചു എന്ന് പറയാനല്ല, നിന്റെ കഴിവ് കൊണ്ട് സംഭവിച്ചു എന്ന് പറയുവാനല്ല, എന്റെ ദൈവത്താൽ ഹല്ലേലൂയ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും, മനുഷ്യന്റെ ദൃഷ്ടിയിൽ അപൂർവ കാര്യങ്ങളായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ദേശത്തെ ഒരു അത്ഭുതമാക്കി ദൈവം നിന്നെ നിർത്തുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ വചനത്തിൽ കാണുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പശുവധക്കാരനോട് മകനെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ നമുക്ക് കാണുന്നു ചില ശാസ്ത്രിമാരും മറ്റുള്ളവരൊക്കെ ഇരുന്ന് ദൈവദൂഷണം പറയുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിലെ ചിന്തകളെ അറിഞ്ഞതായ കർത്താവ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിച്ചത് ഉടനെ യേശു മനസ്സിൽ ഗ്രഹിച്ചു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ചിലതൊക്കെ കാണുമ്പോ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ചിന്തകളെ കാണുന്ന ഒരു കർത്താവാ. ശാസ്ത്രിമാർ ഉള്ളിൽ മനസ്സിൽ ചിന്തിച്ചനെ യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നതിനെ വരെ സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിൽ ഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. സ്തോത്രം. യേശു അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഹൃദയത്തെ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? എന്നിട്ട് കാരണം അവിടെ കാണാൻ സാധിക്കുന്നു. പശുവധക്കാരനോട് അതേ സ്തോത്ര യേശു കർത്താവ് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക എന്ന് പറയുന്നു. ഇത് ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു യേശു കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, എന്നാൽ ഭൂമി പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനെ. സ്തോത്രം. ചിലർ അറിയേണ്ടതിന് വേണ്ടി പാപങ്ങളെ മോചിപ്പാനും എന്റെ യേശു കർത്താവിന് അധികാരമുണ്ട്.
രോഗത്തിൽ നിന്ന് വിടിപ്പാനും യേശു കർത്താവിന് അധികാരമുണ്ട് എന്ന് അറിയേണ്ടതിനായിട്ട്, ചിലർ അറിയേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. അധികാരമുള്ളവൻ അവിടെ പ്രസ്താവിക്കുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിന്നെ വിടിവിപ്പാൻ അധികാരമുള്ള ഒരുവൻ ഉണ്ടെന്ന്. ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ, നീ കടന്നു പോകുന്ന ഏത് വിഷയത്തിനകത്തുനിന്നും നിന്നെ വിടിവിപ്പാൻ അധികാരമുള്ളവൻ കൂടെ ഉണ്ടെന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിന്നെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിന്നെ നിന്ദിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളെ പഴിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ തലയെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ അധികാരമുള്ളവന്റെ അധികാരം നിങ്ങളുടെ ഭവനത്തിനകത്ത് ചലിക്കാൻ ചില അന്ധകാര മണ്ഡലങ്ങൾ മാറും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതേ സകലതിനും അധികാരമുള്ളവന്റെ കരം നിങ്ങളുടെ ഭവനത്തിനകത്ത് ചലിക്കുന്ന പകൽക്കാലം അത്രേ. എനിക്ക് സകലതിനും അധികാരമുണ്ട്. അവിടെ കാണുന്നു, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനെ. ഹൃദയത്തിൽ ചിന്തിച്ച ഒത്തിരി പേരുണ്ട്, പിറുപിറുത്ത ഒത്തിരി പേരുണ്ട്, വലിയൊരു പുരുഷാരമുണ്ട് അവിടെ. അവർ അറിയേണ്ടതിനെ, അതേ ചുറ്റുപാട് നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നത് കണ്ട് അതേ സ്തോത്രം നോക്കി നിൽക്കുന്നവരില്ലേ എന്ത് സംഭവിക്കുമെന്ന് അവർ അറിയേണ്ടതിനെ. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ അവർ അറിയേണ്ടതിന് സ്തോത്രം. എന്റെ ദൈവത്തിന്റെ അധികാരം സ്തോത്രം ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. അതിനുശേഷമാ നമുക്ക് കാണുന്നത്, അവൻ പശുവധക്കാരനോട് കിടക്കയെടുത്തു വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു, കിടക്കയെടുത്തു, എല്ലാരും കാണിക്കെ പുറപ്പെട്ടു. സ്തോത്രം. അവിടെ യേശു കർത്താവ് എന്താ പറഞ്ഞത്? എല്ലാരും അറിയേണ്ടതിന്. ആ എല്ലാരും കാണിക്കെ തന്നെ എന്ത് ചെയ്യുന്നു? പശുവധക്കാരൻ ഉടനെ കിടക്കയെടുത്തു നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് കാണുന്നു, അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുമോ? ഒരു നാളും ഒരിടത്തും കാണാത്ത ഒരു ദൈവപ്രവൃത്തി നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന വിഷയത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കാമോ? നിന്റെ ഭവനത്തിനകത്തുള്ള വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. അവിടെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല. സ്തോത്രം. അങ്ങനെ ഒരു പ്രവൃത്തി കാണുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു ഐക്യതയോട്, ഒരുമയോടുള്ള ഒരു വിശ്വാസമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്റെ ഭവനത്തിനകത്തുള്ള വിഷയത്തെ ഈ പകൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കേ. ആ 4 പേർ ചേർന്ന് പശുവധക്കാരനെ കർത്താവിന്റെ അടുക്കിൽ ഇറക്കി വെച്ചതുപോലെ നീ ചുമന്നത് മതി, നീ ഭാരം വഹിച്ചത് മതി. നിന്റെ രോഗത്തെയും നിന്റെ ഭാരത്തെയും അല്ലെങ്കിൽ നിന്റെ പാപത്തെയും കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ചു. ആ കർത്താവിന്റെ കാൽക്കീയിൽ ഒന്ന് ഇറക്കി വയ്ക്കേ. ഒരു മനസ്സോടെ, ഐക്യതയോടെ. ഒത്തിരി നാളായി നീ ചുമക്കുന്നില്ലേ നിന്റെ വിഷയത്തെ? പുറം ലോകം അറിഞ്ഞിട്ടും പുറത്തിറങ്ങുവാൻ കഴിയാതെ നിന്റെ ഭവനത്തിനകത്ത് അതേ അത് മുഖാന്തരം പല ഭിന്നതയുടെ അഭിപ്രായങ്ങൾ, ഐക്യതകൾ നഷ്ടപ്പെട്ട് അതേ ഭവനത്തിനകത്ത് സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ ഭവനത്തിനകത്ത് ഈ പ്രശ്നം തലപൊക്കി ചീഞ്ഞ് നാറുമ്പോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നെല്ലാം വിട്ട് കളഞ്ഞിട്ട് ഐക്യതയോട് കൂടി, ഒരേ വിശ്വാസത്തോടു കൂടി മുമ്പിൽ നിൽക്കുന്ന പ്രതിബന്ധത്തെ നോക്കാതെ കർത്താവിന്റെ അടുക്കലൊന്ന് ഇറക്കി വെക്കേ. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയത്തക്ക രീതിയിൽ, മറ്റുള്ളവർ കണ്ട് വിസ്മയിക്കത്തക്ക രീതിയിൽ ഒരു അപൂർവ കാര്യം ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും. ഇത് നടക്കുമ്പോ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തും. നിന്നെ നിന്ദിച്ചവർ, നിന്നെ പരിഹസിച്ചവർ ഇപ്പോ കാണാം വിടുതൽ നടക്കുന്നത് എന്ന് പറഞ്ഞ് അതേ സ്തോത്രം നിന്ദിച്ചവർ പരിഹസിച്ചവരും എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ ഒരു അപൂർവ കാര്യം സംഭവിക്കും. അങ്ങനെ ഈ പ്രഭാതത്തിൽ പറയട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, പക്ഷേ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അപൂർവ കാര്യം സംഭവിക്കും. സ്തോത്രം.
പിന്തിരിഞ്ഞു പോകണ്ട. ഐക്യതയോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നവരുടെ മേൽ ഒരു അപൂർവ കാര്യം യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം സംഭവിക്കും. ഇങ്ങനെ ഒരു നാളും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി ഈ ശബ്ദം കേൾക്കുന്നതിനോടമേ അടിയൻ സ്തോത്രം ചെയ്യുന്നു. അത് റീമയായി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. ഒരു അപൂർവ കാര്യം നാം ഇന്ന് അനുഭവിക്കും. ഒരു അപൂർവ കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തത്ത രീതിയിൽ ആയിരിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും കണ്ടു വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരു അപൂർവ കാര്യം ഞങ്ങൾ കണ്ടു എന്ന് പറയുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം തന്റെ ജനത്തിന്റെ വിഷയത്തെ ഞങ്ങൾ ഒരു മനസ്സോടെ ഐക്യതയോട് കൂടി കർത്താപ്പച്ചന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈ വചനം ഇവർക്ക് വിടുതലായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. ചില അപൂർവ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പകൽക്കാലമായി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ ജനത്തിന്റെ വിഷയത്തിനകത്ത് കർത്താവ് ചലിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. മാനവും മഹത്വം പുകഴ്ചയും അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.